നമ്മൾ എത്തുന്നതാ ഇതുപോലൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. എൻ്റെ അമ്മോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. കേട്ടോ ഗൈസ്, ഫുൾ കോടയാണ് എൻ്റെ ബാക്കിലും. വാട്ടർഫോൾസിൻ്റെ അവിടെ വാട്ടർഫോൾസ് ക്ലൈമറ്റ് മാറുന്നതേ. ഹായ് ഫ്രണ്ട്സ്, മേഘാലയയിലെ ഒരു ഹിഡൻ ആയിട്ടുള്ള വാട്ടർഫോൾ കാണാൻ വേണ്ടി കാടിനുള്ളിലൂടെ അരമണിക്കൂറോളം സഞ്ചരിച്ച് ഒറ്റയ്ക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എക്സോട്ടിക് ബീച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൈസ്, അതാണ് നൊക്കായിക്കൽ ഫോൾസിൻ്റെ എൻട്രൻസ്. ഇതാണ് ട്രക്കിങ്. നമുക്ക് നൊക്കായിക്കൽ ഫോൾസിൽ നിന്ന് തലായ് വാട്ടർഫോൾസിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ ആ ഒരു പോയിന്റ്. അപ്പോൾ ഇവിടേക്ക് എന്തായാലും അങ്ങനെ എല്ലാ സമയത്തും ആൾക്കാർ അലോഡ് അല്ലെന്നാണ് ഇവിടുത്തെ പയ്യന്മാർ പറയുന്നത്. അവിടെ റെസിപ്റ്റൊക്കെ ഉണ്ട്. ഞാൻ അവർക്കൊരു 50 രൂപ എടുത്തു. ഇപ്പം അത് അലോ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. റെസിപ്റ്റ് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല. 50 രൂപ എടുത്തിട്ട് ഞാൻ തരാം. അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ ദിവസം വേറെ ആരും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഞാനാണ് ആദ്യത്തെ ആൾ പോകുന്നത്. 10 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഗൈസ്, ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഒരു തവണ പോയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ കയറ്റി വിട്ടത്. വഴി അറിയാമെന്നൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് വഴിയൊന്നും അറിയില്ല ഗൈസ്. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഞാൻ മാത്രമേ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നുള്ളൂ. ഫസ്റ്റ് പേഴ്സണാണ് ഞാൻ. അപ്പോൾ കണ്ടില്ലേ, വേറെ മൃഗങ്ങളൊന്നും ഉള്ള സ്ഥലമൊന്നുമില്ല. സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒറ്റ വഴിയുള്ളൂ, സ്ട്രെയിറ്റ് പോയിട്ട് നേരെ പോയാൽ മതി. അപ്പം അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് വരും പോവും, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ടൈമും കൊൽക്കത്ത ടൈമും തമ്മിൽ ചെറിയ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഗൈസ്. അതായത് കണ്ടില്ലേ, ലോക്കൽ ടൈം 10:32 കൊൽക്കത്ത ടൈം 10:02 കാണിക്കുന്നത്. കണ്ടോ, 2 ടൈം സോണൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ഇട്ട റോഡിലൂടെ കുറച്ച് ദൂരം നമുക്ക് വരണം. ഒരു 500 മീറ്റർ കണ്ടുണ്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ താഴേക്ക് നമുക്ക് ഇറങ്ങി പോകുന്ന ഒരു ഓഫ് റോഡ്, ഒരു കല്ലൊക്കെ ഉള്ള വഴി. ഗൈസ്, അങ്ങനെ റോഡ് കഴിഞ്ഞു. ഇനി നേരെ ഇതുവഴി താഴേക്കാണ്. കണ്ടില്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രക്കിംഗ് ടു ദ ടോപ്പ് ഓഫ് ദി നൊക്കാലി കേവ് ഫാൾ. ടോപ്പ് ഓഫ് ദി നൊക്കാലി കേവ് ഫാൾ എന്ന് പറയുന്നത് തന്നെ തലായ് വാട്ടർഫോൾസ് തന്നെയാണ്. ഇതുവഴി താഴേക്ക് ഇറങ്ങണം. അതായത് ഒരു കുന്നിറങ്ങി താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് നദിയിലേക്ക് ഇറങ്ങണം. നദിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ തലായ് ഫോൾസ് എത്തും. സ്ട്രെയിറ്റ് ആണ്, ഒറ്റ വഴിയേ ഉള്ളൂ. കുറച്ച് ഡിഫിക്കൽട്ടാണ് കേട്ടോ ഗൈസ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാടിൻ്റെ നടുവിലൂടെ ഒറ്റയ്ക്ക് ഞാൻ ഇത്രയും ട്രക്ക് ചെയ്ത് പോകുന്നത്. ഇവിടെ വേറെ ആരുമില്ല. ഇവിടെ വഴിക്കൊരു വണ്ടി ഇരിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഉള്ളിലേക്ക് പോയതായിരിക്കും. അത് ഇവിടെയുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ഈ കാടിനകത്തൂടെ പോയി കഴിഞ്ഞാൽ എത്തുന്നത് അങ്ങേയറ്റം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലായിരിക്കും. അത് ഞാൻ എപ്പോഴും ഗ്യാരണ്ടി തരാം. കണ്ടില്ലേ, ഇങ്ങനെയുള്ളൊരു വഴിയാണ്. കുറേ നാട്ടിൽ വിചാരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ നടക്കില്ല കേസ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഇതുപോലെ കാടിനകത്തൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോസിബിൾ അല്ല. പിന്നെ എല്ലായിടത്തും അലോ ചെയ്യില്ല. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമൊക്കെ ഉണ്ടാവും. പിന്നെ ലേഡീസൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവർ അലോ ചെയ്യില്ല എന്നാണ് പറയണത്. ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. നമ്മൾ ഇന്നലെ പോയ സെയിം റൂട്ടുകളിലൂടെയൊക്കെ തന്നെയാണ്. സെയിം റൂട്ടല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുഴയിലിപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം മഴയൊക്കെ പെയ്തിട്ടേ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് മഴയുടെയും വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ. ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി ഗൈസ് ചെറുതായിട്ട്. അപ്പോൾ ഞാൻ ഷൂസ് മാറ്റിയിട്ട് ചപ്പലെടുത്തിട്ടു. പിന്നെ റെയിൻ കവർ എടുത്തിട്ടു. നിങ്ങൾ ഏത് സമയത്ത് മേഘാലയയിലേക്ക് വന്നാലും ഇതുപോലൊരു റെയിൻ കവർ മസ്റ്റായിട്ട് എടുക്കുന്നത് നല്ലതാണ്. അല്ല നമ്മൾ വഴിയിൽ പെട്ടു. പിന്നെ ഒരു ചപ്പനും കൂടെ കയ്യിൽ വെച്ചേക്കുക, ഷൂ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. കഴിച്ചൊക്കെ നമ്മൾ ട്രക്ക് ചെയ്ത് കുറേ ഇറങ്ങിയപ്പോഴത്തേക്കും എന്താ 2 പേരെ പരിചയപ്പെട്ടു. ഇവർ മലേഷ്യയിൽ നിന്ന് വരുന്ന കേട്ടോ. വാട്ട്സ് യുവർ നെയിം? തമാര. ഐ എം ലിജിൻ. ഐ എം ഫ്രം കേരള. മലേഷ്യയിൽ നിന്ന് മേഘാലയയിലേക്ക് എത്തിയ ആൾക്കാരാണ് കേട്ടോ അവർ. ഇവർ 2 പേരും ട്രക്ക് ചെയ്ത് പോയിട്ട് തിരിച്ച് കയറി വരുന്ന വഴിയാണ്. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. യു ആർ ടയർഡ്? Namaste. Namaskaram. Is it your first day in Meghalaya or something? No, we came 2 days ago. Okay. Yeah, we're leaving tomorrow. We're staying in Shillong. Yeah. So we got a bike and we're going around. Is it your scooty there? Yes. Yeah, yes, I see that. Yes. Isn't any other people there? No one. Nobody. No one's there. We are the only 3 people inside the forest. ഇവരും എന്നെ പോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാട്ടോ. ഒരു മാസമായിട്ട് ഇവരും ഹിച്ച് ചെയ്തും നടന്നുമൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാട്ടോ. Yeah. On backpacking and budgeting. Yeah, I have my own tent. I stay in some tent. Oh, okay. Camping Where in some are you going? Where else you going from here? 2 more days I am in Cherrapunji. After that I am going to Doki. Okay. Doki river, and then next to Maulinong village I have to go. After that I am going to Kremchimbi caves.
So you're only easy. covering Yeah. Shillong, Meghalaya. So we're going to do Darjeeling, Yeah. you know, and then whole of Sikkim. Yeah. Then Kolkata. Okay, fine. Thank you. Nice to meet you. All the best. All the best. Thank you. ഗൈസ്, ഇങ്ങനെ മുകളിലിരുന്ന വണ്ടി ഇവരുടെ ആട്ടോ. ഇവർ വണ്ടി റെൻറ്റിനടുത്ത് വന്നതാണ്. കണ്ടില്ലേ, എന്നെപ്പോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാട്ടോ ഇവർ. ഗൈസ്, നമ്മളിതാ താഴെ നദിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ എത്താം. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിൽ നമുക്ക് നദിയിൽ അവിടെ എത്താം. നമ്മൾ ഇറങ്ങി വന്ന വഴിയുണ്ടാ. ഇറങ്ങേണ്ടതും ഇതുപോലത്തെ വഴിയിലാണ്. ഗൈസ്, ഇവിടെ ആരോ മാർക്ക് കിട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലാണ് പോകേണ്ടത്. ഇവിടെയൊക്കെ ആരോ മാർക്കുണ്ട്. ഇതുവഴി പോയാൽ ചിലപ്പോൾ വഴി ഉണ്ടാവില്ല. നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. ഇടത്തോട്ടും എന്തോ ഒരു അഡ്വഞ്ചർ സ്പോട്ട് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട, നമുക്ക് വാട്ടർഫോൾസിലേക്ക് പോകാം. ഗൈസ്, നമുക്ക് കറക്റ്റ് അരമണിക്കൂർ മതി കേട്ടോ ട്രക്ക് ചെയ്ത് താഴേക്ക് എത്താൻ വേണ്ടി. ഇവിടെ ഭയങ്കര അങ്ങനെ പ്രശ്നമൊന്നുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ പിന്നെ നദിയിൽ എപ്പോൾ നമുക്ക് വെള്ളം കൂടുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെയാണ് ഇവർ നദിയിലേക്ക് ഇറങ്ങുന്നത് കുറച്ച് തടഞ്ഞു വെച്ചേക്കുന്നത്. നമുക്കത് ഇതുവഴി ഇറങ്ങി അപ്പുറം ക്രോസ് ചെയ്തിട്ടാണ് അതുവഴി പോകേണ്ടത്. ഗൈസ്, വെറും ചപ്പൽ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതുവഴി വഴുതിയൊക്കെ ഇറങ്ങി വന്നത്. ഇതാ അപ്പുറം ക്രോസ് ചെയ്യാണ്. മഴക്കാലത്ത് നമുക്ക് ഇതുവഴിയൊന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ് വെള്ളത്തിന്. ഫുൾ കാടിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ഒറ്റയ്ക്ക്. ഇതിൻ്റെ സൈഡിലൂടെ നമുക്കിങ്ങനെ നടന്ന് പോവാം. ഫുള്ള് കുഴി പോലെ കിടക്കുകയാണ്. ഫുള്ള് ഇങ്ങനെ ചെറിയ കുഴികളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇടയിൽ കൂടെ നമുക്കിങ്ങനെ നടന്ന് പോവാം. കാണിച്ചത് നമ്മൾ എത്തുന്നതാ ഇതുപോലൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. എൻ്റെ അമ്മ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. എൻ്റെ അമ്മ ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂള്. ഗൈസ്, എന്ത് അടിപൊളിയാണ് കണ്ടില്ലേ ഈ ഒരു വാട്ടർഫോള്. കണ്ടോ, നല്ല പച്ച കളർ വെള്ളമൊക്കെയാണ് ഉള്ളിൽ. പിന്നെ അതുപോലെ തന്നെ ഇതുവഴി മേളിലേക്ക് കയറാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് 3 തട്ടായിട്ടാണ്. ഇത് ആദ്യത്തെ പൂള്, അതിൻ്റെ മേളിൽ മറ്റൊരു പൂളുണ്ട്, അതിൻ്റെ മേളിൽ മറ്റൊരു പൂളുണ്ട്. അങ്ങനെ 3 തട്ടായിട്ടാണ് കിടക്കുന്നത്. കണ്ടോ, ഞാൻ അടുത്തോട്ട് പോയി കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഗൈസ്. എനിക്കിവിടെ ഇറങ്ങി കുളിക്കണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര തണുപ്പും ഒരു രക്ഷയില്ല. അങ്ങനത്തെ ഒരു ഫീലാണ്. ഒറ്റയ്ക്ക് ഞാൻ വരുന്ന ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഇതൊരു അടിപൊളി അഡ്വഞ്ചറാണ് ഗൈസ്, അടിപൊളിയാണ്. കണ്ടോ, ഇവിടെയൊക്കെ നിന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുളിക്കാം. പക്ഷേ കെയർഫുള്ളായിട്ട് കുളിക്കണമെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല കൂർത്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. നല്ല ആഴമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമാണ്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന്, അത് ഞാൻ ഉറക്കെ പറയുന്നത്. സൂപ്പർ, വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണിത്, ഒറ്റയ്ക്കൊക്കെ വരുന്നത്. ഇതുവഴി മേളിലേക്ക് കയറാനുള്ളൊരു വഴിയുണ്ട്. ഞാൻ എന്തായാലും കയറി നോക്കട്ടെ. ടാസ്ക്കാണ് കുറച്ച്. ഗൈസ്, അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒരാള് ആദ്യത്തെ ആൾക്കാർ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടോ. ഇതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്.
ഗൈസ് ഈ പൂള് ചെറുതാണ്, ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം എന്താ ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ കുളിക്കാൻ പറ്റുന്നൊരു പൂള്. പക്ഷെ കൊള്ളാം. കൂടുതൽ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലൊരു ഓപ്ഷൻ കേട്ടോ. ഇവിടെ കയറി സേഫായിട്ട് കുളിക്കാം, വലിയ വഴുക്കലൊന്നുമില്ല. നല്ലൊരു സ്പോട്ടാട്ടോ, അടിപൊളി സ്പോട്ട്. ഇതിൻ്റെ മുകളിലും മറ്റൊരു പൂളുണ്ട് ചെറുതൊരു. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് കയറാൻ നമുക്ക് പറ്റില്ല. കണ്ടില്ലേ, ഇവിടെയൊക്കെ മഴ വെള്ളം ഒലിച്ച് കയറുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ പിടിച്ച് കയറാം. പക്ഷേ വേറെ ഓപ്ഷനൊന്നുമില്ല മേളിലേക്ക് കയറാൻ. ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മേളത്തെ വിഷ്വലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മഴയില്ലാത്ത സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ഇതുവഴിയൊക്കെ കയറി പോകാൻ പറ്റുമായിരിക്കും, റിസ്ക് എടുത്തിട്ട്. ഗൈസ്, നിങ്ങൾ മേഘാലയയിൽ വരുന്നുണ്ടെങ്കിൽ, ചിറാപ്പൂഞ്ചിയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് ഒരിക്കലും മിസ് ചെയ്തേക്കരുത്. കാരണം വെള്ളച്ചാട്ടത്തിന് നടുവിൽ അധികം തിരക്കൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പ്രൈവറ്റ് സ്പേസിൽ നിങ്ങൾക്ക് കുളിക്കാൻ പറ്റും. മഴ വന്നു കഴിഞ്ഞാൽ കയറി ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ലഗേജൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ പറ്റും. നല്ല കൂളായിട്ടുള്ള പ്ലേസ്, നല്ല അടിപൊളി പ്ലേസ്, നല്ല തണുത്ത വെള്ളം. ഗൈസ്, ഇപ്പോൾ ഇവിടെ വാട്ടർ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇന്നലത്തെ നല്ല മഴയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എത്രത്തോളം മഴ ഇല്ലായിരുന്നു, വെള്ളം ഇല്ലായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മഴക്കാലത്താണെങ്കിൽ മഴക്കാലം അല്ലെങ്കിൽ പോലും വാട്ടർഫോൾസ് നിറഞ്ഞൊഴുകുന്ന കാഴ്ച കാണാൻ പറ്റി. ഇനിയിപ്പോൾ ഇന്നും കൂടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വെള്ളം കൂടുതലായിട്ട് വരും. പിന്നെ ആൾക്കാരൊന്നും ഇങ്ങോട്ട് കടത്തി വിടില്ല. പുള്ളിക്കാരനോടത്തെ ഗൈഡും ഇവിടുത്തെ ലോക്കൽ പീപ്പിളാണ്. സോ പുള്ളിക്കാരനാണ് നേരത്തെ എനിക്ക് ലിഫ്റ്റ് തന്നതിൽ ഒരാളാണ്. നേരത്തെ ഞാൻ അവിടെ വെച്ച് വഴിക്ക് വെച്ച് കണ്ടു. ഇന്നലെ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഫുള്ള് ഇലകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇലകൾ കൂടുതലും കാണാനില്ല. അത്രത്തോളം വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കാരണം ഇവിടെയൊക്കെ വെള്ളം വന്നിട്ട് മാക്സിമം ഇലകളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സേഫായിട്ടുള്ള ഈ ഒരു സമയത്ത് എനിക്കിവിടെ വരാൻ പറ്റിയത് തികച്ചും ലക്കാണ് കേട്ടോ. ഒരു പക്ഷേ ഇന്നും കൂടെ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നാളെ ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസ് എന്തായാലും ഇവർ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ചേച്ചി കണ്ട ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇവിടെ. അടിപൊളിയാണ്. ഗൈസ്, ഞാൻ വന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, കോടമഞ്ഞ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പുറത്തുള്ള കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. എനിക്കിനി വീണ്ടും അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഈ സ്ഥലത്ത് ഞാനിനി വരുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. മേഘാലയയിലെ ചിറാപ്പൂഞ്ചിയിലുള്ള ത്ലായ് ഫാൾസ്, നൊക്കാലിക്ക ഫാൾസിന് അടുത്തുള്ള ത്ലായ് ഫാൾസ്, അടിപൊളി. കേട്ടോ ഗൈസ്, ഫുൾ കോടയാണ് എൻ്റെ ബാക്കിലും. വാട്ടർഫോൾസിൻ്റെ അവിടെ വാട്ടർഫോൾസ് ഞാൻ ആ സമയത്ത് വന്നുകൊണ്ട് എനിക്ക് വാട്ടർഫോൾസിൻ്റെ വിഷ്വൽ കിട്ടി. ഇപ്പോൾ കണ്ടില്ലേ, ഫുൾ കോടയായി. എൻ്റെ അമ്മോ, ക്ലൈമറ്റ് മാറുന്നതേ ഈ ഏപ്രിൽ മാസത്തിൽ. ഇന്ന് ഏപ്രിൽ 17 ഡേറ്റ്. ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ 19 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഗൈസ്, നമ്മളവിടെ കണ്ടപ്പോൾ വന്ന ആൾക്കാരുടെ ഷൂസൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്കൊന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഇവരുടെ ഷൂസും എല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോയത്. പിന്നെ ഇവിടെ കുടയും ചപ്പലൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അതൊന്നും എടുത്ത് ഒരുമിച്ച് വെച്ച് കൊടുക്കാം. കാരണം സോക്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാലേ പണിയാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കുട കൂടാതെ ഇങ്ങനെ പൊക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുട പറന്നു പോകുന്നറിയില്ല, എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു സ്റ്റിക്കും എടുത്ത് കുടയിലും മേലെ വെച്ച്. അപ്പോൾ എന്തായാലും ഇനി വലിയ മഴ പെയ്താൽ പോലും പ്രശ്നമില്ല. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങളൊക്കെ നമ്മളിതുവരെ ചെയ്ത് കൊടുക്കും. പിന്നെ നേരെ മേളിലേക്ക് ഒരു അരമണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വന്നിറങ്ങിയത് അരമണിക്കൂറിലാണ്. ഇപ്പോൾ 11:53 സോറി 11:23 നമ്മുടെ ടൈം ഇതാണ്. ഇനിയൊരു എന്തായാലും ഒരു 3/4 മണിക്കൂറിലങ്ങ് മേളെത്തും. ഇന്നലത്തെ പോലെ തന്നെയാണ് ഗൈസ്. വന്ന വഴി എത്രയും നമുക്ക് തിരിച്ച് കയറണം. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ഞാൻ എന്താ ഫോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
ഗൈസ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാ പിന്നെയും മാറി കേട്ടോ. ഇപ്പോൾ നല്ല വെയിൽ വരാൻ തുടങ്ങി, നല്ല ക്ലിയർ ആയി സ്കൈ ഒക്കെ. ഇതാണ് നമുക്ക് ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു, പിന്നെ കോടമഞ്ഞ് വന്നു, സ്കൈ ക്ലിയറായി. അതിനുശേഷം വീണ്ടും കോടമഞ്ഞ് വന്നു, മഴ പെയ്തു, പിന്നെയും എന്താ ഇപ്പോൾ വെയിൽ വന്നു. അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിനുള്ളിൽ തന്നെ. ട്രക്കിങ്ങിനിടെ ഇതുപോലെ കിതയ്ക്കുമ്പോൾ ഇരിക്കും, കയറുമ്പോഴാണ് നല്ല ബുദ്ധിമുട്ട്. ഇരിക്കും, കുറച്ച് ഇരിക്കുമ്പോഴത്തേക്ക് ബാക്ക് ടു നോർമലാവും. പിന്നെ വീണ്ടും കുറച്ച് നടക്കും, പിന്നെ കയ്യിലുള്ള സ്നാക്സോ ഫുഡോ എന്തെങ്കിലും കഴിക്കും. എൻ്റെ കയ്യിൽ എപ്പോഴും കപ്പലണ്ടി കുറച്ചുണ്ടാവും. പിന്നെ വെള്ളവും കുടിക്കും, കുറച്ചായിട്ട് കുടിക്കും. ഇങ്ങനെയൊക്കെ തന്നെ സമയമെടുത്ത്, റഷൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് സമയമെടുത്ത് പതുക്കെ യാത്ര ചെയ്യാണ്, ആസ്വദിക്കുകയാണ് ഈ യാത്രകളൊക്കെ. കാരണം ഇതൊക്കെ ലൈഫിൽ ഒരു തവണ ആയിരിക്കാം ചിലപ്പോൾ നടക്കുന്നത്. മേഘാലയയിലേക്ക് ഇനി എന്തായാലും ഒരു തവണ കൂടെ ഞാൻ വരുമില്ലെന്ന് പോലും എനിക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം ഇപ്പം കിട്ടുന്ന ഈ ഒരു ടൈം, ഈ ഒരു ലൈഫ് എന്തായാലും പിന്നീട് നമുക്ക് കിട്ടണമെന്നില്ല. ഇൻ കേസ് നമ്മളൊരു 4-5 വർഷം കഴിഞ്ഞ് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്നാൽ പോലും ഇപ്പം കിട്ടുന്ന അനുഭവമായിരിക്കില്ല ആ സമയത്ത്. സോ കിട്ടുന്ന ജീവിതം, കിട്ടുന്ന ടൈം മാക്സിമം എൻജോയ് ചെയ്യുക, മെമ്മറബിൾ ആക്കുക. ഇതെനിക്ക് പറയാറുള്ളൂ. ഗൈസ് അങ്ങനെ ട്രക്കിംഗ് ഒക്കെ പൂർത്തിയാക്കി ഞാൻ തിരിച്ച് മേളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ പോയ വഴിയൊക്കെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഫുൾ ചുറ്റും നല്ല കോടയാണ് കേട്ടോ. നമ്മൾ കോട കാണാൻ വേണ്ടി പല സ്ഥലത്തും പോയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഊട്ടിയിൽ പോയപ്പോഴും പൊന്മുടി പോയപ്പോഴും ഒക്കെ. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ചുമ്മാ കോട വരുന്നു, ഒരു കാര്യമില്ലെങ്കിലും. ഇനി നേരെ സ്റ്റാർട്ടിങ് പോയിന്റിൽ പോയിട്ട് അവിടെ നിന്ന് ലഗേജ് എടുത്തിട്ട് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകണം. വെയ്സ് സാദോങ് എന്ന് പറയുന്ന വാട്ടർഫോൾസിലേക്കാണ് ഇനി എനിക്ക് അടുത്ത് പോകാനുള്ളത്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കാലൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഗായ്സ്, നിങ്ങൾ ഒരേ സമയം വെയിലും കോടമഞ്ഞും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ല, നല്ല സൂര്യപ്രകാശവും വെയിലും ഉണ്ട്. വെയിലിൻ്റെ ഒരു ചൂട് എനിക്ക് ദേഹത്ത് അടിക്കുന്നുണ്ട്. മറു സൈഡിൽ നോക്കൂ, ഇവിടെ ഫുള്ള് കോടയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കോടമഞ്ഞും ആ ഒരു തണുത്ത കാറ്റും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരേ സമയം നല്ല തണുപ്പും നല്ല ചൂടും ഫീൽ ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു ക്ലൈമറ്റ് ചേഞ്ച് ആട്ടോ ഇവിടെ. ഗൈസ്, ഇപ്പോൾ ഞാൻ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഉണ്ടല്ലേ, ട്രക്കിംഗ് ടു ദ നൊക്കാലിക്കായ് ഫാൾസ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട പയ്യന്മാരൊന്നും ഇപ്പോൾ കാണാനില്ലേ. ഇതാണ് എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ 50 രൂപ, ടിക്കറ്റ് കൗണ്ടർ ആയിട്ടില്ലെങ്കിൽ ഒരു 50 രൂപ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും കൊടുത്തു. അവർ റെസിപ്റ്റ് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞത്. ഇവിടെ കാണാനില്ല. നമുക്ക് എന്തായാലും അപ്പുറത്തെ നൊക്കാലിക്കായ് ഫാൾസിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസിൽ ചോദിച്ചു നോക്കാം. നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നഷ്ടമൊന്നുമില്ല. 50 രൂപ എന്തായാലും ഇവിടുത്തെ എൻട്രൻസ് എന്തായാലും എൻട്രി ഫീ എന്തായാലും 50 രൂപയാണ്. ഇപ്പം സീസണൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. എല്ലാവരും നൊക്കാലിക്കായ് ഫാൾസ് വന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്നാണ് ചെയ്യുന്നത്. ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് ട്രക്കിങ്ങിനൊന്നും ആരെയും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഗൈസ്, പുള്ളിക്കാരൻ അപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ നിൽക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാണ്. എനിക്ക് റെസിപ്റ്റൊക്കെ എഴുത്തായിരുന്നുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അങ്ങനെ റെസിപ്റ്റും കിട്ടി. 50 രൂപയാണ്. ഇവിടെ 50 രൂപ, അപ്പുറത്ത് 50 രൂപ. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ വർത്ത് എനിക്ക് തോന്നുന്നു. മറ്റൊരു വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ലൊരു ഹിഡൻ ആയിട്ടുള്ള വാട്ടർഫാൾ നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു. ഇതാണല്ലേ 50 രൂപയാണ് കേട്ടോ, നൊക്കാലിക്കായ് ഫാൾസ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. വെയ്സ് സാദോങ് വാട്ടർഫാൾസിലേക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.